Hello. So next topic is passing objects as function arguments. Passing objects as function arguments. ഒരു ഫംഗ്ഷനിലേക്ക് ഒബ്ജക്റ്റിനെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ക്ലാസ്സിനകത്ത് we have two variables, class number marks as integer, and we have a character array name for accepting name. ഇവിടെ വോയിഡ് accept എന്നാണ് കൊടുത്തിരിക്കുന്നത്, ബ്രാക്കറ്റിനകത്ത് ഒന്നും കൊടുത്തിട്ടില്ല, അതുപോലെ വോയിഡ് ഡിസ്പ്ലേ ആണ്. സോ ദിസ് മീൻസ് ദാറ്റ് both these functions does not have any inputs അല്ലേ. അതായത് കോളിംഗ് സ്ഥലത്ത് നിന്ന് ഫ്രം ദി കോളിംഗ് പ്ലേസ് there are no arguments passed towards this function. അതുകൊണ്ടാണ് വോയിഡ് accept ബ്രാക്കറ്റ് നില്ല കൊടുത്തിരിക്കുന്നത്. അതുപോലെ ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് നത്തിങ്. സോ വോയിഡ് accept മീൻസ് the accept function does not receive any arguments, and also after execution the function does not give back anything. അതാണ് വോയിഡ് accept എന്നുള്ളത്. വോയിഡ് ഡിസ്പ്ലേ അത് തന്നെയാണ് അല്ലേ. അതായത് നോ ആർഗ്യുമെൻറ്റ്സ്, നോ റിട്ടേൺ വാല്യൂ. ഇനിയിപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാണ്. ഇപ്പോൾ അസ്യൂം ദാറ്റ് we are having two objects. രണ്ട് ഒബ്ജക്റ്റ് ആയിരിക്കാം, സ്റ്റുഡൻറ്റ് S1, S2. രണ്ട് ഒബ്ജക്റ്റുകളുണ്ട്. ഈ രണ്ട് ഒബ്ജക്റ്റിനകത്ത് my aim is to print the details of the object having highest marks. My aim is to print the details of the object having highest marks. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് സ്റ്റുഡൻറ്റ് S1, S2. അത് കഴിഞ്ഞ് S1 എന്ന ഒബ്ജക്റ്റിലേക്ക് we are accepting values using accept function. accept ഉപയോഗിച്ച് നമ്മൾ രണ്ട് വാല്യൂസ്, അതായത് S1ൻ്റെ വാല്യൂസ് അക്സെപ്റ്റ് ചെയ്തു. S2 ഡോട്ട് accept ഉപയോഗിച്ച് we are accepting values of S2 also. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് S1ൻ്റെയും S2ൻ്റെയും മാർക്കുകൾ കമ്പയർ ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് റോ പോലെ ആക്ട് ചെയ്യാം. അതായത് ഒരു ടേബിളിനകത്ത് ഒരു റോ S1ൻ്റെ റോയ്ക്കകത്ത് ക്ലാസ് നമ്പർ നെയിം മാർക്സ് ഉണ്ട്, S2ൻ്റെ റോയ്ക്കകത്ത് ക്ലാസ് നമ്പർ നെയിം മാർക്സ് ഉണ്ട്. സോ ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല, രണ്ടും രണ്ട് റോയ്ക്കകത്താണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഒരു റോയ്ക്കകത്ത് നിന്ന് മറ്റേ റോയുടെ വാല്യൂസ് ആക്സസ് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇനി കാര്യം ചെയ്യേണ്ടി വരും, ഈ വാല്യൂസ് കാണുന്ന പോലെ എന്ത് ചെയ്യേണ്ടി വരും, പാസ് ചെയ്യേണ്ടി വരും. അതായത് വി ഹാവ് ടു പാസ് ദി ഒബ്ജക്റ്റ് ആസ് എ ആർഗ്യുമെൻറ്റ്. അതായത് S1ൻ്റെ ഡീറ്റെയിൽസ് S2 കാണണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പാസ് ദി ആർഗ്യുമെൻറ്റ് S1 ടു ദി ഫംഗ്ഷൻ വിച്ച് ഈസ് കോൾഡ് ബൈ S2. അപ്പോൾ ഞാനിങ്ങനെ എഴുതി നോക്കാം. അതായത് ഐ ആം കോളിംഗ് എ ഫംഗ്ഷൻ calc യൂസിങ് ദ മെത്തേഡ് S2. അപ്പോൾ S2 ഡോട്ട് അല്ലെങ്കിൽ ഫൈൻഡ് എന്നാക്കാം, S2 ഡോട്ട് ഫൈൻഡ് എന്ന് മാത്രം പാസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്ന ആലോചിച്ച് നോക്കൂ. S2 ഡോട്ട് ഫൈൻഡ് എന്ന് മാത്രം പാസ് ചെയ്താൽ ഒരു ആർഗ്യുമെൻറ്റും പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഫൈൻഡ് മെത്തേഡിനകത്ത് എന്തൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, S2ൻ്റെ ക്ലാസ് നമ്പർ നെയിം ആൻഡ് മാർക്സ് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. S2 ഡോട്ട് ആക്സെപ്റ്റ് അല്ലെങ്കിൽ S2 ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്യുന്ന പോലെ, ഇഫ് ഐ ആം കോളിംഗ് S2 ഡോട്ട് ഫൈൻഡ്, then the find method can access only the variables of S2, class number, name and marks. But we need the variables of values of S1 also. So I am passing this S1 as a argument. So S2 dot find S1. So S1 is a argument to the function find. Okay. And now we can assume that that function will find out the largest value and will print the details. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഫംഗ്ഷൻ
സിഗ്നേച്ചർ എങ്ങനെയായിരിക്കാം? ഹൗ ക്യാൻ വി ഡിഫൈൻ ദാറ്റ് ഫംഗ്ഷൻ, ഓർ ഹൗ ക്യാൻ വി ഡിഫൈൻ ദാറ്റ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്? ഹൗ ക്യാൻ വി ഡു ദാറ്റ്? അതായത് S1 എന്നൊരു ഒബ്ജക്റ്റ് വാങ്ങിക്കുന്ന ഫംഗ്ഷൻ വേണം. അതായത് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണം? S1 എന്നൊരു ഒബ്ജക്റ്റ് വാങ്ങിക്കുന്ന ഫംഗ്ഷൻ വോയിഡ് ഫംഗ്ഷൻ നെയിം ഈസ് ഫൈൻഡ്. അതിൻ്റെ പാരാമീറ്റർ എന്താണ്? ഒരു ഇൻറ്റിജറാണ് വരുന്നതെങ്കിൽ പാരാമീറ്റർ നമ്മൾ എന്ത് കൊടുക്കും? ഇൻറ്റ് എന്ന് കൊടുക്കും. ഫ്ലോട്ടാണ് വരുന്നതെങ്കിൽ പാരാമീറ്റർ ഫ്ലോട്ട് എന്ന് കൊടുക്കും. ഇവിടെ എന്താ വരുന്നത്? ഒരു ഒബ്ജക്റ്റാണ് വരുന്നത്. എന്തിൻ്റെ ഒബ്ജക്റ്റാണ് വരുന്നത്? ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ് വരുന്നത്. സോ ഐ ആം സ്പെസിഫൈങ് ഇറ്റ് ആസ് സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ് ഇതിൻ്റെ പാരാമീറ്റർ. ഓക്കെ, സോ വോയിഡ് ഫൈൻഡ് സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ this means that the find function will accept an argument which is of student type. ഓക്കെ, ഇനി ഇവിടെ ഡെഫിനിഷൻ കൊടുക്കാം നമുക്ക്. ഡെഫിനിഷൻ എങ്ങനെയാണ് വേണ്ടത്? വോയിഡ് സ്റ്റുഡൻറ്റ് ക്ലാസിൻ്റെ അല്ലേ, വോയിഡ് സ്റ്റുഡൻറ്റ് ക്ലാസിൻ്റെ ഫൈൻഡ് ഫംഗ്ഷൻ ഇറ്റ് അക്സെപ്റ്റ്സ് എ പാരാമീറ്റർ ഓഫ് സ്റ്റുഡൻറ്റ്. സോ സ്റ്റുഡൻറ്റ് എ എന്ന് ഞാൻ കൊടുത്തു. അതായത് ഫൈൻഡ് മെത്തേഡിനകത്ത് പാസ് ചെയ്യപ്പെടുന്ന S1 എന്ന ഒബ്ജക്റ്റിൻ്റെ കോപ്പി എവിടെ കിട്ടുന്നു? എയിൽ കിട്ടുന്നു. ഫൈൻഡ് മെത്തേഡിനകത്ത് കോൾ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൽ പാസ് ചെയ്യുന്ന S1 എന്ന ഒബ്ജക്റ്റിൻ്റെ കോപ്പി എവിടെ കിട്ടുന്നു? എയിൽ കിട്ടുന്നു. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഹയസ്റ്റ് മാർക്സ്. അപ്പോൾ ഈ S2 ഡോട്ട് എന്ന് കോൾ ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ വെറുതെ മാർക്സ് എന്ന് കൊടുത്താൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഐ വിൽ ബി റെഫറിങ് ദ മാർക്സ് ഓഫ് S2. ഓക്കെ, ഇനി എ വഴി വരുന്ന അത് S1 എയിലേക്ക് വരുന്നു. അപ്പോൾ എ ഡോട്ട് മാർക്സ് എന്ന് റെഫർ ചെയ്താൽ എന്ത് മനസ്സിലാക്കാം? ഐ ആം റെഫറിങ് ദ മാർക്സ് ഓഫ് എ. അതായത് S1 ആണ് എ എന്ന പേരിൽ കോപ്പി വരുന്നത്. അപ്പോൾ എന്താണ്? ഐ ആം റെഫറിങ് ദ മാർക്സ് ഓഫ് എ. അപ്പോൾ എനിക്ക് ചെക്ക് ചെയ്യാം. ഇഫ് എ ഡോട്ട് മാർക്സ്, എ എന്ന ഒബ്ജക്റ്റിൻ്റെ മാർക്കാണ് വലുതെങ്കിൽ, ഇഫ് എ ഡോട്ട് മാർക്സ് ഗ്രേറ്റർ ദാൻ മാർക്സ്, ഈ മാർക്സ് ആരുടെയാണ്? ആ മാർക്സ് S2ൻ്റെയാണ്. സോ എ ഡോട്ട് മാർക്സ് മീൻസ് ബ്രാക്കറ്റിൽ വന്ന ഒബ്ജക്റ്റിൻ്റെ മാർക്സാണ് എ ഡോട്ട് മാർക്സ് എന്നുള്ളത്. മാർക്സ് എന്നുള്ളത് S2ൻ്റെ മാർക്സാണ്. സോ ഇഫ് എ ഡോട്ട് മാർക്സ് ഗ്രേറ്റർ ദാൻ മാർക്സ് ആണെങ്കിൽ നമുക്ക് എന്താ ഡിസ്പ്ലേ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഡിസ്പ്ലേ ദി ഡീറ്റെയിൽസ് ഓഫ് object A. Okay, so we can display the details of object A. See out എന്താ വേണ്ടത്? ആദ്യം ക്ലാസ് നമ്പർ വേണമെങ്കിൽ ക്ലാസ് നമ്പർ ഈക്വൽ ടു A ഡോട്ട് ക്ലാസ് നമ്പർ. ഓക്കെ, then see out name equal to A dot name. ഒരു സ്ലാഷും കൂടെ കൊടുക്കാം. /n or end both are same, end line or slash. Okay, then see out marks equal to A dot marks. അപ്പോൾ എയുടെ മാർക്കാണ് വലുതെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കാണിക്കാൻ പറഞ്ഞു. അതായത് വി ആർ ഡിസ്പ്ലേയിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ഒബ്ജക്റ്റ് എ. അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? അല്ലെങ്കിൽ വി ഹാവ് ടു ഡിസ്പ്ലേ ദി ഡീറ്റെയിൽസ് ഓഫ് ദി ഒബ്ജക്റ്റ് S2. ഓക്കെ, Control C, Control V. അല്ലെങ്കിൽ നമുക്ക് എന്ത് കാണിച്ചാൽ മതി? വി ക്യാൻ ഡിസ്പ്ലേ ദി ക്ലാസ് നമ്പർ. ഫംഗ്ഷനകത്ത് വെറുതെ ക്ലാസ് നമ്പർ എന്ന് റെഫർ ചെയ്താൽ ഏത് ഒബ്ജക്റ്റാണോ റെഫർ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ ക്ലാസ് നമ്പർ ആയിരിക്കും കാണിക്കുക. ഇവിടെ ഞാൻ എന്താ ഉപയോഗിച്ച് ഐ ഹാവ് യൂസ് എ ടെക്നിക് ഓഫ് പാസിംഗ് ദി ഒബ്ജക്റ്റ് ആസ് എ ആർഗ്യുമെൻറ്റ്.
അതായത് ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ വാല്യൂസ് രണ്ടാമത്തെ ഒബ്ജക്റ്റ് നോക്കുമ്പോൾ കാണാൻ സാധിക്കില്ല. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒബ്ജക്റ്റിൻ്റെ കോപ്പി ഞാൻ വേറൊരു ഒബ്ജക്റ്റായിട്ട് പാസ് ചെയ്യണം. അതാണ് ചെയ്യുന്നത്. ഫൈൻഡ് മെത്തേഡിനകത്ത് ഐ ആം പാസിങ് ദി ഒബ്ജക്റ്റ് S1. അപ്പോൾ S2 ആണ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഫൈൻഡ് മെത്തേഡിനകത്ത് ഉള്ള വേരിയബിൾസ് ആയിരിക്കും S2ൻ്റെ ആയിരിക്കും. S1 പാസ് ചെയ്യുന്നു. S1 പാസ് ചെയ്യുമ്പോൾ S1ൻ്റെ കോപ്പി എയിൽ കിട്ടുന്നു. എന്നിട്ട് ഇവിടെ എന്താണ്, എയുടെ മാർക്കും S2ൻ്റെ മാർക്സും കമ്പയർ ചെയ്യുന്നു. ഇഫ് എ ഡോട്ട് മാർക്സ്, അതായത് വരുന്ന കോപ്പി S1 ആണ്, S1ൻ്റെ മാർക്സും S2ൻ്റെ മാർക്സും കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ ഇത് വലുതാണെങ്കിൽ വി ആർ ഡിസ്പ്ലേയിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ഒബ്ജക്റ്റ് എ, അതായത് ഒബ്ജക്റ്റ് S1, അല്ലെങ്കിൽ വി ആർ ഡിസ്പ്ലേയിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ഒബ്ജക്റ്റ് S2. So there is no need to have a display again. There also I am deleting that display. So accept find main. Okay, we'll try to compile that. G++ 26.cpp errors. എന്താണ് ലൈൻ നമ്പർ 39. ഓക്കെ, ഫംഗ്ഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. സോ ക്ലോസ് ദി ഫംഗ്ഷൻ. അല്ല, ഇത് എൽസിൻ്റെ ബ്രാക്കറ്റാണ്. ഫംഗ്ഷൻ വാസ് നോട്ട് ക്ലോസ്ഡ്. Compile. Okay, ./a.out. Class number, name and marks. Class number 1, name Arun, marks 34. Class number 2, name Anish, marks 67. Okay, class number equal to 2, name equal to Anish, marks equal to 67. We have to give a message as എന്താണ് വേണ്ടത്, ഹയസ്റ്റ് മാർക്സ് കാണിക്കാൻ പോകുന്നു എന്നൊരു മെസ്സേജ് വേണം. അത് കൊടുത്താൽ മതി. അതെന്ത് കൊടുത്താൽ മതി, ഐ ക്യാൻ ഗീവ് ദി മെസ്സേജ്. ഒന്നുകിൽ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം, എവിടെയും കുഴപ്പമില്ല. അതായത് ബിഫോർ ദി എക്സിക്യൂഷൻ ഓർ ബിഫോർ ദി ഡിസ്പ്ലേയിങ് ഓഫ് ദിസ് മെസ്സേജ് വി ഹാവ് ടു ഡിസ്പ്ലേ ദി ഹയസ്റ്റ് details of student having highest marks /n. Okay, ഓക്കെ, ആദ്യം കൊടുത്തപ്പോൾ സെക്കൻഡ് ആയിരുന്നു ഹയസ്റ്റ് മാർക്ക് കൊടുത്തത്. ഇനി നമുക്ക് ഫസ്റ്റ് കൊടുക്കാം. 1 Arun 89, 2 Anish 34. Okay, so the class number equal to 1, name equal to Arun, marks equal to 89. So this is the logic of passing object as a argument. Okay, so it is passing object as argument of a function. അപ്പോൾ ഇത് തന്നെ we can do in two methods. ഒന്ന് pass by value, വേറൊന്ന് pass by reference. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് pass by value means we are passing the copy of the, അല്ലെങ്കിൽ we are passing the value and the function takes a copy and executes. അല്ലേ, അതായത് ഇവിടെ എന്താണ് നോക്കുക, ഞാനിവിടെ നിന്ന് S1 പാസ് ചെയ്യാണ്. S1 പാസ് ചെയ്യുമ്പോൾ S1ൻ്റെ ഒരു കോപ്പിയാണ് ഇവിടെ കിട്ടുന്നത്, എയിൽ കിട്ടുന്നത്. S1ൻ്റെ ഒരു കോപ്പിയാണ് എയിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണ്, എക്കകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ, ഇവിടെ ഇപ്പോൾ എ ഡോട്ട് മാർക്സ് ഇസ് ഈക്വൽ ടു ഒരു 100 എന്ന് കൊടുത്താൽ ആ ഒരു ചേഞ്ച് കോപ്പിക്കകത്ത് മാത്രമേ വരുള്ളൂ. ഞാനിവിടുന്ന് വീണ്ടും S1ൻ്റെ മാർക്സ് നോക്കിയാൽ ആ മാർക്സ് മാറിയിട്ടുണ്ടാവില്ല. അതായത് S1ൻ്റെ കോപ്പിയാണ് എവിടെ കിട്ടുക, S1ൻ്റെ കോപ്പിയാണ്
എയിൽ കിട്ടും. ഓക്കെ, അതിന് പകരം നമുക്ക് റെഫറൻസ് പാസ് ചെയ്യാം. അതായത് വി ക്യാൻ പാസ് ദി അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ സെയിം വേരിയബിൾസ് തന്നെ സെയിം ലൊക്കേഷൻ തന്നെയാണ് രണ്ട് വേരിയബിൾസും ഷെയർ ചെയ്യുക. ഫോർ ദാറ്റ് ഐ ഹാവ് ടു ഗിവ് ആംബർസാൻഡ് സിമ്പിൾ ഹിയർ. സോ വോയിഡ് ഫൈൻഡ് സ്റ്റുഡൻറ്റ് ആംബർസാൻഡ്. ദിസ് മീൻസ് ദാറ്റ് the address of an object will be passed to the variable to the function find. The address of an object of student will be passed as a function argument. Okay, ഇവിടെ പാസ് ചെയ്യുമ്പോൾ പാസിങ് സമയത്ത് മാറ്റമൊന്നും വരുത്താനില്ല. വാങ്ങിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ദി അഡ്രസ്സ് വാങ്ങിക്കുക. ഇപ്പം ഇങ്ങനെ കൊടുത്താൽ വേറെ യാതൊരു മാറ്റമില്ല. എന്താണ് എക്സിക്യൂഷൻ ഔട്ട്പുട്ടിൽ യാതൊരു മാറ്റം വരില്ല. എന്താ സംഭവിക്കുന്നത്, S1ൻ്റെ അഡ്രസ്സായിരിക്കും ആര് വാങ്ങിക്കുക, എ വാങ്ങിക്കുക. അതായത് ബോത്ത് S1 ആൻഡ് എ വിൽ റെഫർ ടു ദി സെയിം ലൊക്കേഷൻ ആവും. ബോത്ത് S1 ആൻഡ് എ വിൽ റെഫർ ടു ദി സെയിം ലൊക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒബ്ജക്റ്റിൻ്റെ കോപ്പി പാസ് ചെയ്യുന്നത് പാസ് ബൈ വാല്യൂ ആണ്. ഒബ്ജക്റ്റിൻ്റെ റെഫറൻസാണ് വാങ്ങിക്കുന്നതെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് പാസ് ബൈ റെഫറൻസ് ആണ്. സോ S1 ആൻഡ് എ വിൽ ബി പോയിൻറ്റിങ് ടുവേർഡ്സ് എ സെയിം ഒബ്ജക്റ്റ് നൗ. പാസ് ബൈ വാല്യൂ ആണെങ്കിൽ S1ൻ്റെ കോപ്പിയാണ് എയിൽ കിട്ടുക. പാസ് ബൈ റെഫറൻസ് ആണെങ്കിൽ S1നെ എ എന്ന പേരിൽ കൂടി വിളിക്കുന്നു. S1നെ എ എന്നുള്ള പേരിൽ കൂടി വിളിക്കുന്നു. അതാണ് പാസ് ബൈ റെഫറൻസ് ഉള്ളത്. എക്സിക്യൂഷനകത്ത് യാതൊരു ചേഞ്ചും വരുന്നില്ല. ഓക്കെ, ഞങ്ങളുടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, കമ്പയൽ ചെയ്തു. 27 പേര് കമ്പയൽ ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. 1 2 3 1 2 4 ഇൻപുട്സ് കൊടുത്തു. ഹയസ്റ്റ് മാർക്കുള്ള ആളുടെ ഡീറ്റെയിൽസ് കാണിച്ചു 1 2 4. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വി ഹാവ് യൂസ്ഡ് പാസിംഗ് ഒബ്ജക്ട്സ് ആസ് എ റെഫറൻസ്. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്താ ഉള്ളത്, ഒരു ഒബ്ജക്റ്റ് നമുക്ക് പാസ് ചെയ്യുന്നു. ഒബ്ജക്റ്റ് പാസ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ വേരിയബിൾസ് ആ ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നു. അത് വെറുതെ ഒബ്ജക്റ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ കോപ്പിയാണ് യൂസ് ചെയ്യപ്പെടുക. ഒരു ആംബർസാൻഡ് ഫംഗ്ഷനിൽ ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റിൻ്റെ റെഫറൻസ് ആയിരിക്കും. ദ റെഫറൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ S1ലേക്ക് തന്നെയായിരിക്കും ഇവിടുത്തെ എ പോയിൻ്റ് ചെയ്യുന്നത്. ബോത്ത് S1 ആൻഡ് എ വിൽ ഷെയർ ദി സെയിം ലൊക്കേഷൻ. സോ S1 ആൻഡ് എ ആർ അലിയാസ് നെയിംസ്. രണ്ട് പേരെന്നുള്ളൂ. ഒരു ഒബ്ജക്റ്റിന് രണ്ട് പേരിൽ അറിയപ്പെടുന്നു. അതാണ് പാസ് ബൈ റെഫറൻസ് എന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് റിട്ടേണിംഗ് ഒബ്ജക്ട്സ്. ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യുന്നു. അതായത് ഞാനിത് പഴയ പോലെ ആക്കാം. വോയിഡ് ഫൈൻഡ് സ്റ്റുഡൻറ്റ്, ഇവിടെയും ഇങ്ങനെ. ഓക്കെ, ഇപ്പോൾ റെഫറൻസ് മാറ്റിയെന്നുള്ളൂ. ഇത് നോക്കുക, ഇപ്പോൾ ഇതിനകത്ത് S2.find S1 എന്ന് കോൾ ചെയ്യുമ്പോൾ S2 ഈസ് കോളിംഗ് എ ഫംഗ്ഷൻ ഫൈൻഡ് വിത്ത് ആർഗ്യുമെൻറ്റ് S1. S2 is calling a function find with argument S1. എന്നിട്ട് അതിന് ആ ഫൈൻഡിനകത്താണ് എന്ത് ചെയ്യുന്നത്, ഫൈൻഡിനകത്താണ് നമ്മൾ അതിൻ്റെ വലിയ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നത് അല്ലേ. ദ ഡീറ്റെയിൽസ് ഓഫ് ദി ഹയസ്റ്റ് മാർക്സ് ഈസ് പ്രിൻറ്റഡ് ഇൻസൈഡ് ദി ഫംഗ്ഷൻ. ബട്ട് നൗ ഐ വുഡ് ലൈക്ക് ടു പ്രിൻറ്റ് ദ ഡീറ്റെയിൽസ് ഇൻ ദി മെയിൻ ഫംഗ്ഷൻ യൂസിങ് എ മെത്തേഡ്, യൂസിങ് എ ഫംഗ്ഷൻ ഡിസ്പ്ലേ. ഈ മെത്തേഡ് എന്ന വാക്ക് ശരിക്കും ഫംഗ്ഷൻ്റെ വേറൊരു പേരാണ്. അതായത് ജാവയ്ക്കകത്ത് വി കോൾ ഫങ്ഷൻസ് ആസ് മെത്തേഡ്സ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് മെത്തേഡ് എന്ന് പറഞ്ഞു പോകുന്നത്. എന്തായാലും ഫംഗ്ഷൻ എന്നാണ് C++, വി കോൾ ഇറ്റ് ആസ് ഫംഗ്ഷൻ C++, മെമ്പർ ഫങ്ഷൻസ്. സോ മെമ്പർ ഫങ്ഷൻ ഒരു ഡിസ്പ്ലേ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് എനിക്ക് S1 S2 എന്ന രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഞാൻ S3 എന്നൊരു വേരിയബിൾ അതായത് S3 എന്നൊരു ഒബ്ജക്റ്റ് കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ കഴിയുമ്പോൾ S3 എന്ന ഒബ്ജക്റ്റിലേക്ക്
അവിടെ നിന്ന് വരുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നു. സോ S3 ഈസ് ഈക്വൽ ടു S2 ഡോട്ട് ഫൈൻഡ് S1 എന്ന് പറയും. ആ ഒരു ലൈൻ്റെ മീനിങ് എന്താണ്? S2 ഈസ് കോളിങ് എ ഫങ്ഷൻ ഫൈൻഡ് വിത്ത് ആർഗ്യുമെൻറ്റ് S1. S2 ഈസ് കോളിങ് എ ഫങ്ഷൻ ഫൈൻഡ് വിത്ത് ആർഗ്യുമെൻറ്റ് S1. എന്നിട്ടെന്താണ് ആ ഫങ്ഷൻ എന്ത് ചെയ്യും? ദാറ്റ് ഫങ്ഷൻ വിൽ റിട്ടേൺ ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ആ ഒബ്ജക്റ്റ് കോൾഡ് S3. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ഫങ്ഷൻ വിൽ റിട്ടേൺ ആൻ ഒബ്ജക്റ്റ് and that object is stored in a method called S3. അപ്പോൾ എന്തൊക്കെ മാറ്റം വരുത്തുന്നു നോക്കുക. ഈ ഫംഗ്ഷൻ അങ്ങനത്തെ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ കഴിയുമ്പോൾ ഒരു ഒബ്ജക്റ്റ്, that function will return an object of student. So I have to change the definition like this. Void find student means this function is named find having an argument student, and after execution this function will return an object of the student type. So it is student, find student. Then I have to change the definition like this. This means that the return type is void, belongs to student class, function name is find, argument is student. So this function has the return type student now. So I have to change the return type as student. So it is student, then it belongs to student class. This student means the function returns an object of class student. This student indicates the find function is a member function of student class. This student indicates that function accepts an argument, object argument of student class. ഇനി ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ ചെയ്യേണ്ടത് അതായത് മാർക്സ് കമ്പയർ ചെയ്യണം. എന്നിട്ട് കൺട്രോൾ സെറ്റതായി പഴയ പോലെ ആക്കി. ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതായത് എയുടെ മാർക്ക് S2 മാർക്സിനേക്കാളും വലുതാണെങ്കിൽ റിട്ടേൺ എ. ഐ ആം റിട്ടേണിങ് ആൻ ഒബ്ജക്റ്റ്. ഈ വരുന്ന ഒബ്ജക്റ്റ് എന്താണ്? എ ആണ്. ഐ ആം റിട്ടേണിങ് ദാറ്റ് ഒബ്ജക്റ്റ് ഫ്രം ദി ഫങ്ഷൻ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഐ ഹാവ് ടു റിട്ടേൺ എന്താ ചെയ്യേണ്ടത്? അതായത് ഏത് ഒബ്ജക്റ്റാണോ റിട്ടേൺ ചെയ്തത്, ഒബ്ജക്റ്റാണോ ഈ ഫങ്ഷനെ കോൾ ചെയ്ത് ആ ഫങ്ഷൻ എന്ത് ചെയ്യാം? റിട്ടേൺ ചെയ്യാം. ആ മെത്തേഡ് റിട്ടേൺ ചെയ്യാം. ഏത് മെത്തേഡാണോ, we have to return the method, we have to return the object which called this function. ഈ ഫംഗ്ഷനെ കോൾ ചെയ്ത ഒബ്ജക്റ്റ് നമുക്ക് എന്താ റിട്ടേൺ ചെയ്യാം. ഇവിടെ നമുക്ക് റെഫർ ചെയ്യേണ്ട S2 എന്ന വാക്കും കൂടെ ഇല്ല. ഇവിടെ S2 ആണ് കോൾ ചെയ്ത് നമുക്കറിയാം. S2 ആണ് ഫംഗ്ഷനെ കോൾ ചെയ്ത് നമുക്കറിയാം. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് S2 എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ എവിടെയും എന്തില്ല, S2 എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം, കറണ്ട് ഒബ്ജക്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ദിസ് എന്നൊരു പോയിൻ്റർ ഇതിനകത്തുണ്ട്. അപ്പോൾ ദിസ് ഈസ് എ പോയിൻ്റർ ഓഫ് ദി കറണ്ട് ഒബ്ജക്റ്റ് എന്നാണ്. അപ്പോൾ ദിസ് റിട്ടേൺ ചെയ്യുമ്പോൾ എന്താ പോണത്? കറണ്ട് ഒബ്ജക്റ്റിൻ്റെ പോയിൻ്ററാണ് പോണത്. അപ്പോൾ നമുക്ക് പോയിൻ്റർ അല്ല പോകേണ്ടത്, കറണ്ട് ഒബ്ജക്റ്റാണ് പോകേണ്ടത്. സോ ഐ ആം ഗിവിങ് സ്റ്റാർ ദിസ്. അപ്പോൾ ഇത് പിന്നെ ഞങ്ങൾ പഠിക്കും. അതായത് പോയിൻ്ററും പോയിൻ്ററിൻ്റെ വാല്യൂവും തമ്മിൽ അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി പോയിൻ്റർ പഠിക്കുമ്പോൾ പോയിൻ്റേഴ്സ് ഉണ്ട്, പോയിൻ്ററിൻ്റെ വാല്യൂ ഉണ്ട്. ഇതിപ്പോൾ ദിസ് എന്നുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ പോയിൻ്ററാണ്. സ്റ്റാർ ദിസ് എന്നുള്ളത് ആ ഒബ്ജക്റ്റിൻ്റെ പേരാണ്. അതുകൊണ്ട് റിട്ടേൺ സ്റ്റാർ ദിസ് എന്ന് കൊടുത്ത് കഴിയുമ്പോൾ അതെന്ത് ചെയ്യുന്നു? റിട്ടേൺ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫങ്ഷൻ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും എന്താണ് സ്റ്റുഡൻറ്റ് എ S1 എന്നുള്ള ഒബ്ജക്റ്റ് എ എന്നുള്ള പേരിൽ കിട്ടി. എയുടെ മാർക്സ് S2ൻ്റെ മാർക്സിനേക്കാളും വലുതാണെങ്കിൽ എ എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു. അല്ലെങ്കിൽ S2നെ പോയിൻ്റ് ചെയ്യുന്ന ആ പോയിൻ്ററിൻ്റെ വാല്യൂ, അതായത് S2 തന്നെ, റിട്ടേൺ ദിസ് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ S3ക്കകത്തേക്ക് തോന്നുന്നു, S3ക്കകത്തേക്ക് എന്ത് വന്നിട്ടുണ്ട്? S3ക്കകത്തേക്ക് വലിയ ഒബ്ജക്റ്റിൻ്റെ കോപ്പി വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? S3 ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്യുമ്പോൾ S3 വിൽ നൗ ഡിസ്പ്ലേ ദി ഡീറ്റെയിൽസ് ഓഫ് ദി ക്ലാസ്. ഞാൻ ഇവിടെ ഫംഗ്ഷൻ ഡെഫിനൈൻ ചെയ്യാം. void display
void display void ഏത് ക്ലാസ്സിൻ്റെയാണ് സ്റ്റുഡൻറ്റ് ക്ലാസ്സിൻ്റെയാണ് void display cout അതെല്ലാം കൊടുത്തു. ഇനി ഇവിടെ എന്ത് വേണം നമുക്കൊരു ഫംഗ്ഷൻ ഡെഫിനിഷൻ വേണം void accept void display function prototype is required as void display and here I have given as void belongs to student class of name display. Okay, I'll try to compile. Error. Line number 39. 39, line 30 is now 39. Extra bracket I use. Okay. Okay. So I am executing dot slash dot out class number name marks class number name marks. Okay, window execute here. Class number name marks class number name marks. Okay, so the first object has the highest mark and so it is displayed. Okay, വീണ്ടും നോക്കുക എന്താ ഉള്ളത്. അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്താണ്? ഫൈൻഡ് എന്ന ഫംഗ്ഷൻ്റെ പേര് it accepts a function an object of the class student. ഇതിൻ്റെ എക്സിക്യൂഷൻ കഴിയുമ്പോൾ this function returns an object student. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. s3 is equal to s2 dot find s1. s2 is calling the function find with argument s1. s1 വേറെ ഒബ്ജക്റ്റ് ആണ്. So s2 is calling a function find with argument s1 and after execution this function returns an object and the object is now stored to s3 and s3 dot display. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഫംഗ്ഷൻ ബോഡിക്കകത്ത് എന്താ കൊടുത്തിരിക്കുന്നത്? മാർക്സ് കമ്പയർ ചെയ്തിട്ട് വലിയ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്തു, റിട്ടേൺ എ അല്ലെങ്കിൽ റിട്ടേൺ ദിസ്, അതായത് കറണ്ട് ഒബ്ജക്റ്റ് തന്നെ റിട്ടേൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതെന്തൊക്കെയാണ്? ആദ്യം പറഞ്ഞത് അക്സെപ്റ്റിംഗ് ഒബ്ജക്റ്റ് ആസ് ആർഗ്യുമെൻറ്റ്സ്, അത് പാസ് ബൈ വാല്യൂ, പാസ് ബൈ റെഫറൻസ്, 2 ടൈപ്സ്. പിന്നെ റിട്ടേണിംഗ് ഒബ്ജക്ട്സ്. ഓക്കെ.